നമസ്കാരം. CPM നാറിയ കളിയെ കളിക്കൂ, അതേ അവർക്കറിയൂ. CPMന്റെ പുതിയ ഒരു തീരുമാനമല്ല, നടപ്പിലായി കഴിഞ്ഞു, പുറത്തു വന്നിരിക്കുന്നു. അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP പ്രവർത്തകരായ സ്ത്രീകളും പുരുഷന്മാരും കോൺഗ്രസ് പ്രവർത്തകരായ ആളുകൾ ഇവർക്കെതിരെയൊക്കെ തന്നെ നടന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അതായത് ഒരു കവലയിൽ നിന്നുകൊണ്ട് സംഭാഷണ മധ്യേ ചില കാര്യങ്ങൾ കടന്നു വരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്ത്രീ പണ്ട് അവർ ഇങ്ങനെയായിരുന്നു, അവരുടെ വീട്ടിലെ ആൾക്കാർ ഇങ്ങനെയാണ്, അതുപോലെ അവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അവർ ബാങ്കിൽ നിന്ന് പണം ഇത്തരത്തിൽ സഹകരണ ബാങ്കിൽ നിന്ന് അവർ പണം വാങ്ങിയിട്ട് തിരിച്ചടച്ചില്ല, അതുപോലെ അവരുടെ മക്കൾ ഇങ്ങനെയാണ്. അതായത് കുടുംബാംഗങ്ങളെ അടക്കം പരിഹസിക്കുന്ന, അവർക്കൊക്കെ എതിരെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് ഇപ്പം പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളാണല്ലോ. ഒരു 10 പേർ ഒരു ചായക്കടയിൽ ഇരുന്ന് പറഞ്ഞാൽ ഒരു 10 പേർ കേട്ടാൽ അതിൽ ഒരു പ്രോബബിലിറ്റി പ്രകാരം ഒരു 2-3 പേർ ചിലപ്പോൾ അത് വിശ്വസിച്ചേക്കും. ഇത്തരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ, വിവിധ പഞ്ചായത്തുകളിൽ, വിവിധ വാർഡുകളിൽ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പലയിടത്തും, പ്രത്യേകിച്ചും ഉൾ പഞ്ചായത്തുകളിലൊക്കെ തന്നെ CPMന്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള നാറിയ കഥകൾ ചമച്ചു വിടുകയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിക്കുന്നുണ്ട്. എവിടുന്നാണെന്ന് പറയുന്നില്ല, ഒരു സ്ത്രീ ആയതുകൊണ്ടും പേര് പറയരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാര്യയെ കുറിച്ച്, ഈ കുട്ടി ഇത്തിരി പൊതുപ്രവർത്തകയൊക്കെയാണ്, UDF-ന്റെ കാൻഡിഡേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. ഈ കുട്ടി അല്പം പൊതുപ്രവർത്തനമൊക്കെ ഉണ്ട്. ഈ കുട്ടി കോളേജിൽ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടാവുകയോ, എന്തോ ആരുമായിട്ടോ ഒരു ഗ്രൂപ്പുമായിട്ട്, അതായത് പെൺകുട്ടികളുടെ തന്നെ ഗ്രൂപ്പുകൾ തമ്മിൽ എന്തോ, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുൻപ്, 8-10 വർഷങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിൽ എന്തോ പ്രശ്നം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തത്. ഈ പെൺകുട്ടി ഒരു ഗുണ്ടാ നേതാവാണ് എന്ന തരത്തിലാണ് ആ ഗ്രാമത്തിൽ ഒന്നടങ്കം CPMക്കാർ പറഞ്ഞ് നടക്കുന്നത്. അതിൽ ഈ കുട്ടിയുടെ അടുത്ത ബന്ധു കൂടിയുണ്ട് CPMൽ. അയാളും കൂടി പറയുന്നുണ്ട്, എനിക്ക് അവളെ അറിയാം, അവള് പണ്ടേ തല്ലിപ്പൊളിയാണ്. ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ, യുവതി, ആ കുട്ടിക്കെതിരെയാണ് സ്ഥാനാർത്ഥിയായി, UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പഞ്ചായത്തിൽ ഒന്നടങ്കം CPM ഇപ്പോൾ ഇത് എഴുതി പിടിപ്പിക്കുന്ന ഒന്നുമില്ല, വായിക്ക് വാതോരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ജംഗ്ഷനുകളിലും ഒക്കെ ഈ മനുഷ്യന്റെ വായും 1000 കുടത്തിന്റെ വായു മൂടിക്കെട്ടാൻ, ഒരു മനുഷ്യന്റെ വായു മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഇതിനിങ്ങനെ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ പലയിടത്തും ഇത്തരത്തിൽ നടക്കുന്നു. ആലപ്പുഴയിൽ മാത്രമല്ല, കൊല്ലം ജില്ലയിലും അതുപോലെ കണ്ണൂരും കോഴിക്കോടും ഒക്കെ തന്നെ പ്രാദേശികമായി ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കെതിരെ, കഞ്ചാവാണ്, MDMA കാരിയർ ആയിരുന്നു, ജയിലിൽ കിടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറ്റായ രീതിയിൽ നേതാക്കന്മാർ തന്നെ, ലോക്കൽ സെക്രട്ടറി മുതലുള്ള നേതാക്കന്മാർ തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇത്രയും നാറിയ കളി, അല്ലെങ്കിൽ ഇത്രയും പിതൃശൂന്യമായ കളി കളിക്കാൻ CPMകാരെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇതിപ്പോൾ ഇവർ ചർച്ച ചെയ്ത് ജില്ലാ കമ്മിറ്റികൾ എടുത്ത തീരുമാനമാണോ, സംസ്ഥാന കമ്മിറ്റി AKG സെന്ററിൽ കൂടി എടുത്ത തീരുമാനമാണോ എന്നറിയില്ല. കൈവിട്ടു പോകും, തോറ്റുപോകും എന്നായി കഴിഞ്ഞപ്പോൾ അവസാന കളി കളിക്കുകയാണ്, മറ്റുള്ളവന്റെ നെഞ്ചത്ത് വയ്ക്കുകയാണ്. സന്ദേശം എന്ന സിനിമയിൽ INSPക്കാരനെ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ കുടുക്കി നാറ്റിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ അതിന്റെ തനി ആവർത്തനമാണ് CPM ഗ്രാമാന്തരങ്ങളിൽ UDF BJP സ്ഥാനാർത്ഥികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ അവരെ പടച്ചുവിടുന്നത് എന്നത്. ഇത്രയും നാറിയ ഒരു രാഷ്ട്രീയ പാർട്ടി ലോകത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവാനും പോകുന്നില്ല എന്നതിന്റെ കൃത്യമായ തെളിവാണ്. കഷ്ടം തന്നെ.